ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡേ 2 വ്ളോഗ് ഓഫ് സ്കോട്ട്ലാൻഡ്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് എഡിൻബർഗിലാണ്. രാവിലെ സമയം ഏകദേശം 9:30 ആയിട്ടുണ്ട്. നല്ലൊരു വെതർ കാര്യങ്ങളൊക്കെ, നല്ലൊരു തണുപ്പ്, അപ്പറ ട്രാം, നല്ല രസമുണ്ട് ഇന്ന് രാവിലെ തന്നെ ചുറ്റും. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണെന്ന് രാവിലെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻസാണ്. ആക്ച്വലി എനിക്കും അറിയില്ല. നമ്മളിവിടുന്ന് ട്രാം എടുത്ത് എൻ്റെ ഫ്രണ്ടും ഉണ്ട് കൂടെ, മുഖം കാണിക്കുന്നില്ല. ആക്ച്വലി ഹീസ് എ മോട്ടോ വ്ളോഗർ. പിന്നെ മാറി എന്തിലൊക്കെയായിരുന്നു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. നമ്മൾ ഒന്നിച്ച് കുറേ വ്ളോഗ് എടുക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് എന്താ പറയുക, ബൈക്കിൻ്റെ കുറേ വ്ളോഗ് എടുക്കാൻ വേണ്ടി ഒന്നിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ എത്തി. ഇനി ഇവിടെ നമ്മൾ ട്രാം എടുത്ത് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. ഇതാണ് ഇവിടുത്തെ ബസ്. നമ്മുടെ ലണ്ടനിലുള്ള പോലെ ചുമന്ന കളറില്ല, ലുച്ചിയൻ. ഇതാണ് ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന രീതി. സ്കോട്ട്ലൻഡ് ട്രാമിന് വേണ്ടി. ഇത് ട്രാമിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ബസ്സിന് പറ്റുമോ? ട്രാം മാത്രം. നമ്മൾ ഒന്നെങ്കിൽ കോയിൻ ഇടണം, അല്ലെങ്കിൽ ഇവിടെ ടാപ്പ് ചെയ്യണം. ഇങ്ങനെയാണ് ഇവിടെ ടിക്കറ്റ് എടുക്കുന്നത്. ഒരു മിനിറ്റിൽ ഒരു ട്രാമുണ്ട്, ന്യൂഹാം. ഇതാ വരുന്ന വണ്ടിയാണ് ഗൈസ്. വണ്ടിയല്ല, ട്രാമാണ് നമുക്ക് പോകേണ്ട ട്രാം. ന്യൂ ഹെവൻ. ഞാൻ നേരത്തെ ന്യൂഹാം എന്നാണ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. ന്യൂഹാം അല്ല, ന്യൂ ഹെവൻ. അപ്പോൾ ഗൈസ്, നമ്മൾ ട്രാം ഇറങ്ങിയതാ എഡിൻബറ കാസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ല രീതിക്കുള്ള പഴയ ബിൽഡിങ് കാര്യങ്ങൾ. ഇതൊക്കെ പഴയ ബിൽഡിംഗ് അല്ലേ? എത്ര വർഷം പഴക്കമുണ്ടാവും? കുറേ കൊണ്ടുണ്ടാവും അല്ലേ? ബ്രിക്സ്. നല്ല രസമുണ്ട്. ഇത് നമ്മൾ ഇന്നലെ നൈറ്റ് വന്ന ക്രിസ്മസ് മാർക്കറ്റാണ്. ചെറിയൊരു ജീപ്പാണ്. അവിടെയുള്ളൊരു ബിൽഡിംഗ് ആണിത്. സിൻസ് 1846. ആ ഗേറ്റിനോട് ചെയ്ത് വെച്ചാണ് ഞാൻ പറഞ്ഞത്. അത്യാവശ്യം ടൂറിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ തന്നെ, കാരണം ഡേ ലൈറ്റ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അതാണ് ക്രിസ്മസ് മാർക്കറ്റ് കാര്യങ്ങൾ. നമ്മൾ ഈ വഴി കൂടെയാണ് കാസ്റ്റിലേക്ക് പോകേണ്ടത്. എഡിൻബറ കാസ്റ്റ്. ബട്ട് വ്യൂ ഈസ് ഇൻസെൻ ഗൈസ്. എനിക്കിങ്ങനെ പോകുമ്പോൾ ഓർമ്മ വരുന്ന പറഞ്ഞാൽ നമ്മുടെ എടക്കൽ ഗുഹയിലോട്ട് ഇങ്ങനെ കയറ്റില്ലേ, അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ I am proudly presents Edinburgh Castle to you guys. 1, 2, 3. അപ്പം നമ്മുടെ എഡിൻബറ കാസിലിൻ്റെ അങ്ങോട്ട് പോകുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ടൊരു അടിപൊളി വ്യൂ ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. നല്ല രസമുണ്ടല്ലേ?
അപ്പോൾ ഗായ്സ് നമ്മൾ എഡിൻബറ കാസിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ കാസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് ഫ്രണ്ട് ഇവിടെ ഒരു എന്താ പറയുക, അല്ല ഇതിൻ്റെ പേരെന്തായിരുന്നു, ഈ ഷോപ്പിൻ്റെ പേരെന്തായിരുന്നു? കോച്ച് വിസ്കി എക്സ്പീരിയൻസ് എന്നുള്ള ഒരു ഷോപ്പിൽ കയറി. അപ്പോൾ ഇവിടുത്തെ പ്രൈസ് കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ മണ്ടറപ്പം. നിങ്ങൾ നോക്ക്, 50 കൊല്ലം വർഷമുള്ള ഒരു വിസ്കിയാണ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 20 ലക്ഷം രൂപ, 20,000 പൗണ്ട്. ഇതിന് 1,500 പൗണ്ട്, 3,300 പൗണ്ട്. ഇതൊക്കെ ഏതാ ബ്രാൻഡ് പേരൊന്നും എനിക്കറിയാൻ പാടില്ല. പിന്നെ നമ്മുടെ ചാനൽ ആൽക്കഹോളിക് അങ്ങനത്തെ വെതറൊന്നും സപ്പോർട്ട് ചെയ്യുന്നൊരു ചാനലല്ല. ഓക്കെ ഗൈസ്. പിന്നെ ഇതിന് 12,500, 7,700 അങ്ങനെ. ഇത് ഫുൾ ഇങ്ങനത്തെ ഒരു ഇതാണ്. നമുക്ക് ഇതിനൊക്കെ പിന്നെ വലിയ ഇതില്ല. അവിടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറവാണ്, 150 അങ്ങനെ. അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ മേളിലും കുറേ ടീഷർട്ട്സ്, വാച്ച് അങ്ങനെ എന്തൊക്കെയുണ്ട്. What would flavour? It's going to be just a little bit lighter. The smoke isn't going to be as intense. So it's like some of your Ardbegs, Lagavulin and the Floyd, they're going to be really... Which one feels more stronger? Stronger, yeah, those ones up there. They're the smoky ones, yeah? Smoky, they're going to be the more smoky. But the stronger flavours, as you're looking across this side as well. So these ones are like your sherry casks. So sherry cask, generally, you're looking at colours like this. Okay. If you're looking at the other side of the table, that's your American oak. You're looking more about that colour. So you can see the difference. Much lighter, yeah? Yeah, just by the barrels that we're using. So these ones tend to be a lot more if you're like lighter fruits, honeys, that kind of thing. And over this side, more spices, raisins, that kind of flavours coming through. So it's good to have a little play down again. But excuse generally get the barrels mixed up as well. Because these are lighter, and if they do mix the barrels together at a distillery, they're going to tend to be more of the American bourbon oak.